എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വണ്ടീൻ്റെ ഒരു കാര്യങ്ങളുണ്ട്, വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഏട്ടനെ വിളിക്കണം. ഏട്ടനെ വിളിച്ചിട്ട് പെരിന്തൽമണ്ണ പോകണം. ടാറ്റേൻ്റെ ഷോറൂമിൽ ഒന്ന് പോകണം. കാരണം ടാറ്റേൻ്റെ KVRൻ്റെ ഷോറൂമുണ്ട് അവിടെ പോയിട്ട് ജസ്റ്റ് നമ്മുടെ AC ഒന്ന് ചെറുതായി ചെക്ക് ചെയ്യണം. പിന്നെ ടയറൊക്കെ ഒന്ന് മാറ്റണം. ടയറൊക്കെ പോയിട്ടുണ്ട്, ടയറൊന്ന് മാറ്റണം. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പണിയുണ്ട്, അങ്ങനെ കുറച്ച് പണിയുണ്ട്. അതിൻ്റെ ആ പണിയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഏട്ടനെ പിക്ക് ചെയ്തിട്ട് ഇപ്പോൾ പോകാൻ കേട്ടോ. ഇനിയിപ്പോൾ ആദ്യം എവിടേക്ക് പോകണം തീരുമാനമില്ല. കുറച്ചധികം പണിയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. ഈ ഗ്യാസ് കാരണം AC കൂടാവില്ല. 2 വർഷം ആയില്ല. ഇനിയിപ്പോൾ ഗ്യാസ് കഴിഞ്ഞിട്ടാണോ അതോ ഇനി എന്താ സംഭവം ഉണ്ടെങ്കിൽ ഷോറൂമിൽ കാണിക്കാറില്ലേ? നമ്മളിപ്പോൾ ഇവിടെ കാർ പാർക്ക് പെരിന്തൽമണ്ണ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ വണ്ടിയുടെ സെൻസർ, ക്യാമറ വയറൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ ഫോഗ് ലാമ്പൊക്കെ ഒന്ന് മാറ്റണം. അങ്ങനെ കുറച്ച് പരിപാടികൾ. അപ്പോൾ ഒരു സെൻസർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് അതിൻ്റെ വയറിങ്ങിൻ്റെ സംഭവമൊക്കെ വരുന്നത്. അപ്പോൾ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി അവൻ അത് സെറ്റാക്കും. അപ്പോൾ അവിടെ സെൻസർ ഫിറ്റിങ് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം അവർ. ഫോഗ് ലാമ്പ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിന് ഫോഗ് ലാമ്പ് ഒന്ന് മാറ്റാറുണ്ട്. ഈ സൈഡ് അയച്ചിട്ടുണ്ട്, ഇനി മാറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ടയർ മാറ്റുന്ന ഷോപ്പിൽ വന്നിരിക്കുകയാണ്. 4 ടയറും മാറ്റണം. അപ്പോൾ MRFൻ്റെ ഷോപ്പിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ടാറ്റയുടെ ഷോറൂമിലേക്ക് പോവാണ്. വണ്ടിയുടെ AC ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ദിവസം മുമ്പ് നമ്മൾ ഫോഗ് ലാമ്പ് മാറ്റി, സെൻസർ മാറ്റി, ടയറൊക്കെ മാറ്റി. അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ അന്ന് ഞാൻ AC നേരാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു വണ്ടിയുടെ ACൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് അവർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 2 ദിവസം അവർക്ക് സമയം വേണം. 2 ദിവസത്തെ സമയം ഉണ്ടെങ്കിലേ വണ്ടി ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അത് ലീക്കേജ് ആണോ അതോ എന്തെങ്കിലും പോയതാണോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇന്ന് രാവിലെ വണ്ടി അവിടെ ഷോറൂമിൽ കയറ്റി കൊടുക്കണം. ഷോറൂമിൽ വന്നപ്പോൾ നമ്മളെ പുതിയ സഫാരി കിടക്കണം കേട്ടോ. പട സാധനം പറഞ്ഞ ജാതി സാധനം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് വീഡിയോ എടുത്താണ്. ജസ്റ്റ് വെറുതെ ഉള്ളും പുറമൊക്കെ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഷോറൂമിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വണ്ടിയല്ല. പക്ഷേ ഇൻറ്റീരിയറൊക്കെ ഒരു രക്ഷയില്ല. അടിപൊളി വണ്ടിയുണ്ട്. പണിയൊക്കെ കഴിഞ്ഞു. ഡാഷ്ബോർഡൊക്കെ ഫിറ്റായി. ഇനിയിപ്പോൾ അതിൻ്റെ സ്കാനിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതും കൂടി കഴിഞ്ഞിട്ട് വണ്ടി കിട്ടുള്ളൂ. വണ്ടി കിട്ടിയിട്ട് പിന്നെ കഴുകാൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ വാഷിങ് നാളെ ചെയ്യണം. ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഒരു MIൻ്റെ വാങ്ങിയിട്ടുണ്ട്. ഈ MIൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അത് ഞാനിവിടെ കൊടുക്കാം. അത് നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകണം. ഇപ്പോൾ ഇതാണ് അതിൻ്റെ സെൻറ്റർ. ഇതുണ്ട് എംബ്ലം കറുത്തുണ്ട്. അപ്പോൾ നമ്മൾ ഡാഷ് ക്യാം ഫിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് സെറ്റപ്പായി. ഈ ഡാഷ് ക്യാമിൻ്റെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ ചാനലിൽ വേറെ ഇട്ടിട്ടുണ്ട്. അത് നോക്കിക്കോളൂ. വണ്ടി വാഷിങ്ങിന് കയറി കേട്ടോ. പാലക്കാട് കാർട്ടൂൺ കാർ ആൻഡ് ബൈക്ക് സ്പാ.